ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പോൾ കുറേ നാളെ ഞാൻ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയത്ത് പോകുന്നത് പയ്യന്നൂരേക്കാണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ കുറേ നാളായി ബസ്സിൽ നേരമണ്ണം പോയിട്ട്. അപ്പം മുമ്പ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഞാനിപ്പം പോകാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഫീലിംഗ്. അത് മഴയും നല്ല പാട്ടെല്ലായിട്ട് നല്ല വൈബ് അടിച്ച് ഞങ്ങളില്ല, ഞാൻ മാത്രമേ ഇല്ല കേട്ടോ, ഞാൻ ഒറ്റക്കാണ് പോയത്. അപ്പം ഞാൻ അങ്ങനെ നേരെ പയ്യന്നൂരേക്ക് പോയിന്ന്. അപ്പൊക്ക് തന്നെ ഗേറ്റും അടച്ചു കേട്ടോ. അപ്പം കുറച്ച് സമയം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ബോറടിച്ചിട്ടൊന്നുമില്ല, പാട്ടെല്ലാം കേട്ടോണ്ട്. പിന്നെ നമ്മൾ ബസ്സുകാർ തമ്മിൽ അടിപിടിയായിരുന്നു, ഭയങ്കര മത്സരം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പയ്യന്നൂർ എത്താൻ വേണ്ടി പറ്റിയിട്ടോ. ഒടുക്കത്തെ സ്പീഡിലാണ് വന്നിട്ടുണ്ടായത്. പിന്നെ എന്തിനാ പോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏട്ടത്തിൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. കാര്യം ഒരു കുപ്പായ പ്രാന്തി ആയതുകൊണ്ട് തന്നെ ഒരു കുപ്പായൻ അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പരാഗിലോട്ടാണ് പോയത്. അപ്പോൾ പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അധിക സമയം അവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞാൻ തുണി എടുത്തു കേട്ടോ. അപ്പം ഞാൻ മൽച്ചന്തേരി ഫാബ്രിക്കാണ് എടുത്തത്. ഈ കളറും എടുത്തു, ആ റോസും എടുത്തു. ഈ റോസും എടുത്തു, ആ ബ്രൗണും എടുത്ത്. രണ്ടും എടുത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ എനക്കും പിന്നെ ആ ഒരു പിങ്ക് ഓക്കും അങ്ങനെ എടുത്തതാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്തേന്നറിയില്ല, എന്തോ എനിക്കിത് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണിലുടക്കി. പിന്നെ ഞാൻ അതിന് ലേസ് വാങ്ങി. ഒരുപാട് ലേസെല്ലാം ഇങ്ങനെ നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ കിട്ടിയതെടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരേ വിളി തന്നെ. അപ്പം ഞാൻ പോകുന്നത് വരെ പറയാണ്ടാണ് പോയത്. അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തി, തുണി എടുത്തിട്ട് ഇരുന്നു കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നൂലിട്ട് അടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു കോളർ വീനക്ക് അങ്ങനെയാണ്, കുറച്ചും കൂടി ഒരു ഇറക്കം കൂടിയ പോലത്തെ ഒരു വൈഡ് ആയിട്ടുള്ള പോലത്തെ ഒരു വീനക്കാണ് ഞാൻ മനസ്സ് കണ്ടിട്ടില്ലത്. അത് ഞാൻ പിൻട്രസ്റ്റ് നോക്കി എടുത്തതാണ് കേട്ടോ. ഞാൻ പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു മോഡലാണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ മോഡലെല്ലാം മുന്നേ നോക്കി വെച്ചിന്. അപ്പം പിന്നെ നമുക്ക് അധികം സമയം വേണ്ടല്ലോ അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തുണി വാങ്ങിക്കഴിഞ്ഞിട്ട് മോഡൽ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കാവില്ല. നമുക്ക് സമയം കുറച്ചേ ഇല്ല, ഒരു ദിവസം കൊണ്ട് ഞാനിത് അടിച്ച് തീർക്കണം. അപ്പം അങ്ങനെ അടിച്ച് കഴിഞ്ഞ് ഇത് പുതിയതെന്നല്ല, ഇത് ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുള്ള മോഡൽ തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഞാനിത് ഇട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അളവിൽ തന്നെയാണ് അടിക്കേണ്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കാമെന്ന്. ഭയങ്കര സിമ്പിളായ പോലെ എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൽ വന്ന ആ ഒരു പീസിൽ ഞാൻ ചെറിയൊരു സ്റ്റോൺ വർക്ക് ചെയ്ത് കൊടുത്തു. ഞാനൊരു കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തത്. ഒരു സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു വർക്ക് അത് തന്നെ. അത് നമുക്ക് അധികം വർക്കും ചെയ്യാൻ സമയമില്ല. കാര്യം ഇന്നാണ് ഞാൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നാണ് ഞാൻ ഈ തുന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനത് തുന്നിക്കൊണ്ടിരിക്കുകയെന്ന്, രാവിലെ തന്നെ ഇത് തുന്നിക്കൊണ്ടിരിക്കുകയെന്ന്. അതിന് ശേഷം ഞാൻ എൻ്റെ വേറൊരു കഴിവും കൂടി പുറത്തെടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു റീലാണോ ഷോർട്സ് ആണോ അറിയില്ല, ഒരു കമ്മൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിനി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് ഉണ്ടാക്കിയേക്കാന്ന്. കാശ് ഓൾറെഡി എൻ്റെ അടുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കാശ് വെച്ചിട്ട് ഒരു കമ്മൽ ചെയ്യാമെന്ന്. കാശ് വെച്ചിട്ടുള്ള കമ്മൽ തന്നെയാണ് ആ കണ്ടതും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇത് ഓർമ്മ വന്നു, എൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കാശ് വെച്ചിട്ട് കമ്മൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുമ്പേ വാങ്ങിയ പശ ആയതുകൊണ്ട് തന്നെ പശ കട്ട പിടിച്ച് പോയി കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വരുന്നേ ഉണ്ടായിട്ടില്ല. അവസാനം ഞാൻ എങ്ങനെയല്ലോ അതിന് ശേഷം പശ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കാശ് ഒട്ടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പശ ഒരു കട്ടയായതുകൊണ്ട് തന്നെ ഞാനൊരു തുണി വെച്ചിട്ട് അങ്ങോട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞ്. പിന്നെ 2 കാശ് തമ്മിൽ ഒട്ടിച്ച് മേലെ ഒട്ടിച്ചിട്ട് ഒരു കമ്മലാക്കാമെന്നാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഇതെങ്ങനെ സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ 2 കാശും തമ്മിൽ ഒട്ടിച്ച സാധനം കമ്മലിൻ്റെ ബാക്കിലേക്ക്, അങ്ങനെ ഇടുന്ന സാധനത്തിലേക്ക്, കമ്മലിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുന്തൻ സ്റ്റോൺ വെക്കാമെന്ന് വിചാരിച്ചു. 2 കുന്തൻ സ്റ്റോൺ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ പർപ്പിൾ കളറിൽ 2 കുന്തൻ സ്റ്റോൺ ഞാൻ എടുത്തിട്ട് അതിന് മീത്ത ഒട്ടിച്ച് വെച്ചു. ഇനി അത് ഞാൻ ഉണങ്ങാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എത്ര ടൈം എടുക്കും ഇത് ഉണങ്ങാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അതെല്ലാം സെറ്റാക്കിയിട്ട് അവിടെ വെച്ച്. പിന്നെ ഒരു ഫിനിഷിങ് കുറവുണ്ട്. കാര്യം അതൊന്നാമത് പശ പഴയതായതുകൊണ്ട് തന്നെ പശ ഞാൻ വിചാരിച്ച പോലെ വരുന്നില്ല, ഇങ്ങനെ അത് ഒരു അടുക്കുന്നില്ല. പിന്നെ ഞാനിതെല്ലാം പറക്കിയിൽ വെച്ചിട്ട് ഇങ്ങനെ ബോക്സ് ആക്കി വെച്ചു കേട്ടോ. ഇത് കൊടുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.